നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പച്ചക്കറിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് പയറിരിക്കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് വാങ്ങിച്ച പയറാണിത്. നല്ല അച്ചിങ്ങ പയർ, സൂപ്പറാണത്. ഇതുകൊണ്ട് ഒരു ചെറിയ മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നേന്ത്രക്കായ 2-3 ഉണ്ട്. അപ്പോൾ ഒരു കായ എടുത്തിട്ട് ഇത്തിരി ചേമ്പും കൂടി കൂട്ടിയിട്ട്, ജയശ്രീയ ചേമ്പില്ലേ, ചേമ്പ് കൂടി കൂട്ടി നമുക്ക് മോരൊഴിച്ച് വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. ചേമ്പും കായയും കൂടിയിട്ട് മോരൊഴിച്ച് ഒരു നല്ല കൂട്ടാനും വയ്ക്കാം. അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടിയും വയ്ക്കാം കേട്ടോ. ചേച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ എവിടെ ഇരിക്കുന്നുണ്ട്, ഇതാ എൻ്റെ കൂടെ പയർ നന്നാക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പയർ നന്നാക്കിയിട്ട് നല്ല രസമാട്ടോ ഈ പയർ. ഞാൻ വേഗം വയ്ക്കാം. അത് ചേമ്പ് ശരിയാക്കുമോ? അപ്പോഴേക്കും ഇത് കുറച്ചും കൂടി മതി, അധികം ആൾക്കാരില്ലല്ലോ. ഇരുന്ന് ചെയ്താൽ മതി. ചേമ്പുണ്ട്, നല്ല ചേമ്പ് കഴിയാറായില്ലേ, ഇത് ലാസ്റ്റാണ്, അതൊക്കെ എടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ 1/2 കിലോ വാങ്ങിയിട്ട് 4 ദിവസം ഒരു പകുതി എടുത്ത് വെച്ചു. ഇപ്പം പകുതി ബാക്കിലെടുത്ത് വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടമില്ല, ചിലർക്കൊന്നും ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട, അവർക്ക് രാവിലത്തെ കൂട്ടാനിരിക്കേണ്ടത് അത് മതി. ഇത് വേഗം ഒന്ന് തിളച്ചാൽ വേവില്ല ഇത്. ജയശ്രീ അന്വേഷിച്ചിരുന്നു ആൾക്കാർ കേട്ടോ, കുറേ പേരായ. ജയശ്രീ എത്തിയിട്ടുണ്ട്. ജയശ്രീയുടെ അസുഖമൊക്കെ കുറച്ച് കുറവുണ്ട്, എന്നാലും മുഴുവനായിട്ടില്ല എന്നാണ് പറയണേ. ആൾക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിച്ചു ഇത്ര, അപ്പം ഇങ്ങോട്ട് പോന്നു അല്ലേ. ഞാൻ ഡോക്ടറോട് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ചോദിച്ചു ആയുർവേദിക്ക് കഴിക്കുന്ന ക്ഷീണം ഉണ്ടാവും, എന്തായാലും 5 ദിവസം കഴിക്കണം. ഇന്നലെ ഞാൻ പോയിട്ട് ചോദിച്ചു, കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുക, നമുക്ക് ചിരിക്കാൻ. അങ്ങനെ വീട്ടിലെ സമയത്തിന് ആഹാരം കഴിക്കുക. എല്ലാവരും വീട്ടിലാണ് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക. ഇത് തിരിച്ചാണല്ലോ. ഡോക്ടർ നല്ല ഡോക്ടറാണ്. നമ്മൾ കാണാൻ ചെന്നിരുന്നപ്പോഴേക്കും ആള് എന്താ വരാനും ഉദ്ദേശിച്ചു. അടുത്തേക്ക് വന്നിട്ട് ഇപ്പം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡോക്ടറുടെ പേരെന്താ? അശ്വിൻ. അശ്വിൻ. പക്ഷേ ഇപ്പോൾ 2 പ്രാവശ്യം പോയി ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നോർമലാ അല്ലേ? ഫസ്റ്റ് 110 ആയിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഇപ്പോൾ 120. 120 കറക്റ്റ്. അത് കറക്റ്റാ. പപ്പടമൊക്കെ കഴിക്കുമ്പോൾ കഴിച്ച് പോയതിന് ശേഷം ജയശ്രീക്ക് ഇല്ല, പ്രഷറൊന്നും ഇല്ല, കറക്റ്റ് പാകാണ്. ടെൻഷൻ വേണ്ട, ടെൻഷൻ എടുക്കണം. നമ്മുടെ ഡോക്ടറിനെ പറയും മനുഷ്യനല്ലേ, നമ്മൾ എന്ത് ചിന്തിക്കണ്ടെന്ന് വിചാരിക്കുന്നു, അതാ കൂടുതൽ ചിന്തിക്കുള്ളൂ. പയർ നന്നാക്കി കഴിഞ്ഞത് എത്ര പയറുണ്ട് കേട്ടോ, കണ്ടോ? നല്ല ഫ്രഷായിട്ടുള്ള പയറാണ്. കഴുകട്ടെ, നന്നായിട്ട് കഴുകി 2-3 വട്ടം കഴുകി നമുക്കിതിന് ചീനച്ചട്ടിയിലേക്ക് ഇടാം. ഇതിൽ വെച്ചാൽ മതി, കുറച്ചുള്ളൂ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ വെന്ത് പോകും. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ചെയ്യും, അധികം വേവില്ല. ഇതാ കണ്ടോ, ഇത്രയുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചു, തീ കത്തിക്കാം. ഏറ്റവും ചെറിയ ബർണറിലാണ് വച്ചേക്കണം കേട്ടോ, അധികം ചൂട് വേണ്ട. ഉപ്പിടാം, കല്ലുപ്പാണ് ഇട്ടിരിക്കണത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കാം. അടച്ച് വെച്ചു, ഒന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇത് വേഗം വേവും ചെയ്യും, പച്ചയല്ലേ കണ്ടോ. തിളച്ചിട്ടേ ഉള്ളൂ. ഒന്നുകൂടെ അടയ്ക്കാം. വെള്ളം വറ്റണ വരയ്ക്കും നമുക്ക് തുറന്ന് അടച്ച് അല്ലേ. അത് വേവുമ്പോഴേക്കും ഈ ഉള്ളി ഉണ്ടല്ലോ, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചതയ്ക്കാം. അപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റൂ കേട്ടോ. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അങ്ങനെ അത് നന്നായിട്ട് ചതച്ചു.
നല്ല ശബ്ദം കേൾക്കണില്ലേ? മഴ പെയ്യണ ശബ്ദം പുറത്ത്. നോക്കട്ടെ കേട്ടോ എന്തായി. കുറച്ച് വെള്ളം കൂടി ഉണ്ട് വറ്റാനായിട്ട്. അത് മുഴുവനും വറ്റട്ടെ. ഞാൻ മുറ്റത്ത് പോയിട്ട് ഒരു കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ്. ഇപ്പം എന്തായി? വെള്ളം വറ്റിയിട്ടോ. വാങ്ങിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. അയ്യോ, തീ ഓഫാക്കിയിട്ടില്ല അല്ലേ? ഈ പ്ലേറ്റിലേക്ക് പകർത്താം. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി. ഇനി നമുക്ക് ഇതിൽ തന്നെ ഉള്ളി മൂപ്പിക്കാം കേട്ടോ. വേറൊരു പാത്രം അതിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ടു. ഇളക്കാം. കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ. ഇപ്പോൾ പൊട്ടിച്ച് കൊണ്ടുവന്നത് ഒരെണ്ണം. നമ്മുടെ മുമ്പത്തെ കറിവേപ്പില കഴിഞ്ഞു കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഒന്ന് മൂക്കട്ടെ. ഇപ്പോൾ ആ ചുമന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളി. നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ഇടാം കേട്ടോ. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മുരിഞ്ഞ ഇതായാൽ പയറിട്ടു. പയറെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി ചേർക്കാം കേട്ടോ. ഉള്ളിയും മുളകും കറിവേപ്പിലയും അതിനോടൊപ്പം വെളിച്ചെണ്ണയും ഒക്കെ എല്ലായിടത്തും ആവട്ടെ. അപ്പോഴാണ് അതിൽ കിടന്നൊന്നും മൊരിയുക. അപ്പോൾ മെഴുക്ക് പുരട്ടിക്ക് നല്ല സ്വാദായിരിക്കും. എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ നമ്മുടെ പണി. ഇത് അടച്ചു വയ്ക്കാം. വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കണ്ടേ? സ്വാദുണ്ട്. അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചു. തീ ഓഫാക്കി വാങ്ങി വയ്ക്കാം കേട്ടോ. വാങ്ങി ഇങ്ങോട്ട് വയ്ക്കാം. അവിടെ കുറച്ചേരം ഇരിക്കട്ടെ. ഇനി നമുക്ക് കൂട്ടാൻ വയ്ക്കാം. ജയശ്രീ ഇവിടെ ചേമ്പൊക്കെ എനിക്ക് നന്നാക്കി തന്നിട്ടുണ്ട്. കായ ഒന്ന് നുറുക്കണം. 1 കായ മതി കേട്ടോ. ഇപ്പം ഞാൻ കൂട്ടാനൊക്കെ വെക്കുന്നത് 1 ദിവസത്തേക്ക് മാത്രം. പിറ്റേ ദിവസത്തേക്ക് വെക്കണില്ല. 1 ദിവസത്തേക്ക് കുറച്ച് വെച്ചാൽ മതി എന്ന് വെച്ചു. അപ്പോൾ 1 കായ എടുത്തു, കുറച്ച് ചേമ്പെടുത്തു. കായ ഇങ്ങനെ 3 ആയിട്ട് പൊളിക്കുക. കണ്ടോ? അത് കഴിഞ്ഞിട്ട് എങ്ങനെ നുറുക്കുക നീളത്തിൽ. കണ്ടോ? ഇതുപോലെയാണ് കൂട്ടാൻ വയ്ക്കാനായിട്ട് നുറുക്കേണ്ടത്. അധികം കനം വേണ്ട, എന്നാൽ തീരെ കുറയും വേണ്ട. അങ്ങനെയാണ് നുറുക്കുക. എളുപ്പം വയ്ക്കാവുന്ന ഒരു കറിയാണ് ഇത്. 10 മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കാം കേട്ടോ. നുറുക്കി കഴിഞ്ഞു. നന്നായിട്ട് കഴുകണം. കായ നന്നായിട്ട് കഴുകി വാരി നമുക്ക് കുക്കറിലിടാം. 1 കായല്ലേ ഉള്ളൂ. ജയശ്രീ കുറച്ച് പച്ചമുളക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതാണ് പച്ചമുളക്. കൽപ്പനയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നല്ലൊരു നീളം വെച്ചൂലത്. അമ്പോ പാവാട്ടോ. നമുക്ക് ചേമ്പ് വിത്തുണ്ടല്ലോ, അതൊക്കെ കഴുകി ഈ കായക്കൂടെ തന്നെ ഇട്ടു കുക്കറിൽ. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടു. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിക്കാം. വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. അടച്ചു. ഇനി ഒരു 2 വിസിൽ, 2 അല്ലെങ്കിൽ 3 വിസിൽ വന്നോട്ടെ അല്ലേ. ഒരു 2-3 വിസിൽ വന്നോട്ടെ. കാരണം ചേമ്പ് കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്. ഇപ്പോൾ ഒരു 3 വിസിൽ വന്നു. അതിലെ പ്രഷറൊക്കെ പോയി. നമുക്ക് തുറക്കാം. എന്തായി? പോയിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞു.
ഇളക്കി നോക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. 3 വിസിലായി എന്തായാലും വേവ് കേട്ടോ. നോക്കാം. വെന്തുണ്ട് നല്ല ചൂടാ. വെന്തുണ്ട് കേട്ടോ. ഈ മോരൊഴിക്കട്ടോ. 1 ഗ്ലാസ് മോരാണ് ഞാൻ ഒഴിക്കാൻ പോണത്. അധികം പുളിയില്ല കേട്ടോ, എന്നാൽ ഇത്തിരി ഉണ്ട് താനും. നന്നായിട്ട് ഇളക്കുക. ഇനി പതുക്കെ ഒന്ന് തിളച്ചോട്ടെ. ഇത് പതുക്കെ തിളച്ചാൽ മതി. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയൊക്കെ വറുത്തിടാം കേട്ടോ. അത് പതുക്കെ തന്നെ തിളച്ചാൽ മതിയല്ലോ, അപ്പോഴേക്കും ഇതാവും. ഇതാ പതുക്കെ ആ സൈഡിൽ നിന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതാ ഇത് തിളച്ചു കേട്ടോ. തിളച്ച് ഓഫാക്കാം. വെളിച്ചെണ്ണ ചൂടായി. കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. ഉലുവിടാം. 1 നുള്ളു ഉലുവ ഇട്ടു. ഇനി അതിലേക്ക് 1 വറ്റൽ മുളക് പൊട്ടിച്ചിടാം. തീ ഓഫാക്കി കേട്ടോ. കറിവേപ്പിലേക്ക് അടച്ചു വയ്ക്കാം. സൂപ്പർ ഒരു ഒഴിച്ചുകൂട്ടാൻ ചേമ്പ്. താട്ടോ ഇത്തിരി ചോറിട്ട് നടക്കാമല്ലേ. അത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇത്തിരി ചോറിട്ടിട്ട് ബാസ്റ്റായിട്ട് ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് കൈകൊണ്ട് അങ്ങോട്ട് തുടച്ച് ഉരുള പറ്റി ഉണ്ണണം. ഇതിൻ്റെ സ്വാദ് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഒരെണ്ണം കൂടിയും. രസം ഒരു ഉരുളുണ്ടോളോ. നല്ല സ്വാദുണ്ട്. ഉപ്പേരിച്ചോറ്. ദൈവമേ നിങ്ങൾക്ക് കൊതിയാവുണ്ടാവും അല്ലേ. രശ്രേം ഇതാ പണ്ടൊക്കെ ഇങ്ങനെയാ ചീരയൊക്കെ കുറച്ച് നല്ല ടേസ്റ്റ് അല്ല. ഇപ്പോഴും തുടക്കുക ചെയ്യാട്ടാ. ഇപ്പം ഇരുമ്പിൻ ചട്ടി ആകുമ്പോഴേ ഇരുമ്പ് സത്ത് കിട്ടുന്ന പറയാം നമുക്ക്. പിന്നെ നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. വിശന്നിട്ടല്ലേ. ചോറിന് എടുക്കാൻ പോകാം. ജേസേ ഇവിടെ നിന്ന് എടുക്കാം. ചോറെടുത്തു. പിന്നെ കൂട്ടാണ്ടെടുക്കണ്ടേ. ഈ ചേമ്പ് കൂട്ടാണ്ടല്ലോ, ഇത് രാജേട്ടന് ഇഷ്ടം കുറവാട്ടാ. രാജേട്ടന് വേറെ കൂട്ടാണ്ടാക്കി ഞങ്ങൾ. എന്താ ഓ ഇനി ഉപ്പേരി ജസ്റ്റ് എടുത്തോളൂ. ഉപ്പേരി എടുക്കട്ടെ കേട്ടോ. ഉപ്പേരി എടുത്തിട്ട് പോവാം. എന്നാ സ്വാതന്ത്ര്യം ജേസേ. ഇനി വേണമെങ്കിൽ അച്ചാറ്, വേണമെന്നൊന്നും ഇല്ല കേട്ടാ. ഞാൻ ഉണയിക്കട്ടെ. അല്ല പൊന്നി
അടുത്തില്ലേ? ഓഫാക്കട്ടെ ഞാൻ.